ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അപ്സ്ട്രോക്കിൻ്റെ ആപ്പിൻ്റെ അകത്ത് എങ്ങനെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാമെന്നാണ് ലൈവായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു പൊസിഷൻ ഓർഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 355 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 700 ക്വാണ്ടിറ്റിയാണ് ഷോർട്ട് സെല്ല് ചെയ്തത്. എൻ്റെ അനാലിസിസ് അനുസരിച്ച് 113.05 വരെ താഴേക്ക് പോകുന്നതാണ് വിശ്വാസം. പക്ഷേ ഞാൻ ഓൾറെഡി ഇപ്പോൾ നമുക്കിതിനകത്തൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ആദ്യം ഞാൻ ഓൾറെഡി ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻട്രി എടുത്ത സമയത്ത് വെച്ച ഓർഡർ അത് ഞാൻ തൽക്കാലം ക്യാൻസൽ ചെയ്യാണ്. വേറെ ഫ്രഷായിട്ട് വെച്ച് കാണിച്ചു തരാം. ഇതാണ് പോർട്ട്ഫോളിയോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ 113.40 എത്തിയിട്ടുണ്ട്. എൻ്റെ എൻട്രി നിൽക്കുന്നത് 113.95 ആണ്. അപ്പോൾ ഇതിനി തിരിച്ച് റിട്ടേൺ അടിച്ചൊരു മിനിമം പ്രോഫിറ്റെങ്കിലും എനിക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു സ്റ്റോപ്പ് ലോസ് വെക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെൽ മോർ എന്നുള്ള സ്ക്വയർ ഓഫ് ഓപ്ഷൻ കിട്ടും. ആ സ്ക്വയർ ഓഫിനകത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസാണ് കിട്ടുന്നത്. ഒന്ന് നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ വേണ്ടി സ്ക്വയർ ഓഫ് ചെയ്യാം. അതിപ്പോൾ എത്രയാണ് പ്രൈസ് അതിനകത്ത് സ്ക്വയർ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് പ്രൈസ് വെക്കാം. എൻ്റെ ലക്ഷ്യം അനുസരിച്ച് 113.05 വരെ താഴുമെന്നാണ് വിശ്വാസം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയാണ്. അതപ്പോൾ എങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിഗർ പ്രൈസും വെക്കാം, ഏത് പ്രൈസിലാണ് എക്സിക്യൂട്ട് ആവേണ്ടതെന്ന് വെക്കാം. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും സെയിം ആയിരിക്കും. ഞാൻ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ട്രിഗർ പ്രൈസ് എൻട്രി ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ ട്രിഗർ പ്രൈസ് അവിടെ എൻട്രി ചെയ്യുന്നത് അതേ സെയിം പ്രൈസിലായിരിക്കും മാർക്കറ്റ് ഓർഡർ ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഒരു 113.75 എന്നുള്ള കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 95 എൻട്രി 75 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 140 രൂപ. ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞൊരു 10-75 രൂപ എങ്ങനെയായാലും അതിനകത്തൊരു ലാഭം കിട്ടുന്ന പോയിന്റിലാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഞാനിവിടെ അത് സ്വൈപ്പ് ടു ബൈ എന്നുള്ളത് കൊടുക്കുവാണ്. കൊടുത്ത് നിങ്ങളുടെ ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണും. ഞാൻ ആദ്യം വെച്ച സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും. ഇത് ഇപ്പോഴും പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആയിട്ടാണ് കിടക്കുന്നത്. പ്രൈസ് 700 ക്വാണ്ടിറ്റി തന്നെയാണ്. ഞാൻ ആദ്യം സെല്ല് ചെയ്ത് കാരണം ബൈ ഡിഫോൾട്ട് ഇത് സ്ക്വയർ ഓഫ് എടുത്ത് തന്നെ ബൈ ഡിഫോൾട്ട് ബൈ വന്നിട്ടുണ്ട്. നമുക്കിനി അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഫിഗറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം പ്രൈസ് താന്ന് 113.55 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊരു ഒരു 65 ആക്കാം. അങ്ങനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ പോർട്ട്ഫോളിയോ അങ്ങനെ ഏകദേശം 350 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. ഇതൊരു കുറച്ചുകൂടെ താഴ്ന്ന് നമുക്കൊന്നുകൂടെ അതിൻ്റെ ചാർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. താഴെ ചാർട്ട് കാണണമെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ മാറ്റിയിട്ട് ചാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഈ 60-ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ട്. അത് കാരണം അതിന് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് 1 അവർ ചാർട്ടിനകത്തുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ആ പോയിൻ്റ് പറഞ്ഞതെന്ന് പറയാം. 11.03 വരുന്നുള്ളത് 1 അവർ ചാർട്ടിനകത്ത് റെസിസ്റ്റൻസ് പോയിൻ്റ് അവിടെയുള്ളൂ. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ട് ഉണ്ടെങ്കിൽ കൂടെ കാണാൻ സാധിക്കും. 1 അവർ ചാർട്ടിനകത്ത് ഇതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ 1 അവർ ചാർട്ടാണ് ഇപ്പോൾ ഇട്ട് ചെയ്യണേ. ആദ്യം 1 മിനിറ്റ് ചാർട്ടായിരുന്നു. ഈ ഒരു പോയിൻ്റ് അതായത് 1 പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും. 11 അതായത് 113 രൂപയിലാണ് ഒരു റെസിസ്റ്റൻസ് ശരിക്കും ഉള്ളൂ 1 അവർ ചാർട്ടത്. അവിടെ വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പറയാൻ പറ്റത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അനാലിസിസിലും വാലിഡിറ്റി ഇല്ല. എല്ലാം ഒരു ലക്കാണ്. ഇതൊക്കെ ഇപ്പോൾ ഇത് പ്രൈസ് കൂടി 113.75. അപ്പോൾ എൻ്റെ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാതെ. പോർട്ട്ഫോളിയോ കഴിഞ്ഞിനി കേട്ടോ ആ സ്റ്റോപ്പ് ലോസ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 175 രൂപ എന്നുള്ള ഇതിൽ സ്ക്വയർ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മിനിമം ആ പ്രോഫിറ്റ് ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയാലും എനിക്ക് നഷ്ടമില്ല. കാര്യം പറഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എന്നാലും ഞാൻ അത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.